600. ഓ ബെസ്റ്റ്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സെബൻ സെറിയാക്ക്. വെൽക്കം ടു അവർ ചാനൽ ഫിഷിംഗ് ട്രിക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചേറുമീൻ പിടിച്ച് അച്ചാറിടാൻ പോകും. നിങ്ങൾ ആരെങ്കിലും ചേറുമീൻ അച്ചാർ കഴിച്ചിട്ടുണ്ടോ? അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഗോപ്രോ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫിഷിങ്ങിലേക്ക് കിടക്കുകയാണ്. മൊബൈൽ ഫോണിലല്ല എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. നമ്മൾ ഫ്രോഗ് എറിഞ്ഞിട്ട് ചുമ്മാ ഡെഡ് വെയിറ്റ് വലിച്ചുകൊണ്ട് വരുമല്ല, നമ്മൾ സ്റ്റിക്കിൻ്റെ ടിപ്പ് ഒന്ന് മൂവ് ചെയ്ത് ഒരു ജമ്പിങ് ആക്ഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രോഗിനെ റിട്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആക്ഷനിലാണ് മീൻ അടിക്കുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ കംപ്ലയിൻറ്റ് പറയാറുണ്ട് അവർക്ക് മീൻ അടിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആക്ഷനിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മീൻ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടുപോയോ? കറക്റ്റ് സമയമാണല്ലോ. അപ്പോൾ ആദ്യത്തെ മീൻ പോയി രാജീവേട്ടൻ. അതുപോലെ ചേറുമീൻ എന്ന് പറയുന്ന മീൻ എപ്പോഴും വെള്ളത്തിന് മേളിൽ വന്ന് വെള്ളം എടുക്കുന്നൊരു മീനാണ്. അപ്പം നമ്മൾ തോടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോഴേക്കും സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അപ്പം മാക്സിമം കണ്ടിട്ട് എറിയുന്നതാണ് നല്ലത്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഒരു മീൻ വെള്ളം എടുക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അപ്പം ചേട്ടൻ അവിടെ കാസ്റ്റ് ചെയ്ത് ഒന്നടിച്ചു മീൻ. അപ്പം അവൻ അടിക്കും, നമുക്ക് നോക്കാം. ആ സ്ഥലമല്ലേ? നേരത്തെ നമ്മൾ വന്നപ്പോൾ വെള്ളം എടുത്ത് പോയ സ്ഥലമുണ്ട്. ആ പൊളി. ഞാൻ പറഞ്ഞോ? വേണ്ടല്ലോ. അടിപൊളി, കറക്റ്റ് കിട്ടുക വെച്ചു കേട്ടോ. ആ വലിയ കുഴപ്പമില്ലാത്ത സൈസാണ്. ഇതേത് ഫ്രോഗാ? ബ്ലാക്കും ബ്രൗണും. ആ നല്ല ഹുക്കായിരുന്നു കേട്ടോ. ഇത്രയും ചേസ് അടിച്ചത് മീൻ. അങ്ങ് വന്ന മീൻ 6ന്റെ പകുതിക്ക് വന്ന് അടിച്ചത്. അടിപൊളി. അപ്പോൾ 7ാമത്തെ അങ്ങനെ ചൂണ്ടിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് തവളയുടെ പുറകെ, നമ്മുടെ തവളയുടെ പുറകെ വേറെ തവള. എന്നാൽ പിന്നെ അവനെ ഒന്ന് കളിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇട്ടുകൊടുത്തപ്പോഴത്തേക്ക് വളിയൻ ചാടി വെട്ടുവാണ് ഈ സാധനത്തിനിട്ട്. അപ്പോൾ ഇന്നത്തെ ക്യാമറ ഇല്ലാത്തതിൻ്റെ അടുത്ത ശോകം, അടുത്ത മീൻ കയറിയിരിക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രോഗ് റെഡ് ഫ്രോഗ്. ഇന്നലെ യെല്ലോ ആയിരുന്നു, ഇന്ന് റെഡ്. 350 രൂപ, സെയിം സാധനം തന്നെ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, കളറിൽ വലിയ കാര്യമില്ല, നമ്മൾ കൊടുക്കുന്ന ആക്ഷനിലാണ് കാര്യം. ഇപ്പോൾ രാജീവിയുടെ 2ാമത്തെ മീൻ വന്നു എന്ന് പറയാൻ പറ്റത്തില്ല, വന്നുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ ഇപ്പോൾ അടിച്ച്? എന്തോ എന്നെ ചെറുത് തിരിച്ചതാണോ? നോക്കി ഇത് അതിൻ്റെ ഇത് പോയോ? നല്ല ഹുക്കാണോ? സർവൈവ് ചെയ്യോ? ജീവിക്കോ? എന്നാ കേട്ടോ, നല്ല ഹുക്കായിട്ടുണ്ട്. അപ്പോൾ അതിനെ വിട്ടിട്ടും കാര്യമില്ല. എന്നാലും കുഴപ്പമില്ല, 1/2 കിലോയ്ക്ക് മേലല്ലേ. സർവൈവ് കണ്ട് ചുണ്ട വല്ലതായിരുന്നു വിടായിരുന്നല്ലേ? ചുണ്ട വല്ലതായിരുന്നെങ്കിൽ വിടായിരുന്നു. അപ്പോൾ അതിനെ തിരിച്ചിട്ടും കാര്യമില്ല. കാരണം വായി നിങ്ങൾ കണ്ടോ, പിടിക്കുന്ന കാണാൻ അറിയാം. വായിക്കകത്ത് കൈയിട്ടാണ് എടുക്കുന്നത്, വേറെ ചുണ്ട കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെ വിട്ടിട്ട് കാര്യമില്ല. 2ാമത്. അപ്പോൾ റെഡ് ഫ്രോഗിൽ ഈ ഫ്രോഗിൽ അടുത്ത് മീൻ കയറിയിരിക്കുകയാണ്. ഇന്നത്തെ 4ാമത്തെ മീൻ.
അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ക്യാമറ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടി 2 മീനും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അത്യാവശ്യം സൈസുള്ള മീനായിരുന്നു. എല്ലാം റെഡ് ഫ്രോഗിലാണ് അടിച്ചത്. എന്നാ പറയാനാ, യോഗ ഇല്ല. ഇപ്പോൾ സൂപ്പർ സ്ഥലമാണ്. ഞങ്ങൾ പയ്യെ പയ്യെ തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന വഴി എവിടെയെങ്കിലും മീൻ വെള്ളം എടുക്കുന്ന കാണുമ്പോൾ ഉള്ള അടി മാത്രമേ ഉള്ളൂ. ദാഹിച്ചിട്ട് വയ്യല്ലോ. വലിയ മീനാണോ? ആ, അപ്പോൾ അടുത്ത മീൻ്റെ ഇവിടെ നിന്ന് കയറിയിരിക്കും. ഞാൻ ഇച്ചിരി ദൂരെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ, പച്ചപ്രോവാണ്. ആ, നല്ല ക്ലീൻ ആയിട്ടുള്ള മീനല്ലേ. ഒരു പായൽ പോലും പിടിച്ചിട്ടില്ല. ഹുക്കായക്കുന്ന എവിടെയാ? ഓ, വായന ഹുക്കായക്കുന്നത് കറക്റ്റ് ഹുക്ക്. 2 അടി എടുക്കണേ. സൈഡ് ഹുക്ക്. അപ്പോൾ നല്ലതായിട്ട് ഹുക്കായിട്ടുണ്ട്. അതാ പറഞ്ഞ 2 അടി എടുക്കുകയാണ്. അപ്പം അത്യാവശ്യം വലിപ്പമുള്ള മീനാണ്. അപ്പം 7ാമത്തെ ഓ ബെസ്റ്റ്. ആടെ എടുത്തിട്ട് പോയത് കഴിഞ്ഞു. അതിന് വിട്ടുപോയേ. വെള്ളത്തിൽ വീണാനപ്പം ആദ്യമേ ഒരു തവളയായിരുന്നു. ഇപ്പം അതിൻ്റെ പുറകെ ഒരു മുണ്ടി. ഇന്ന് ജീവജാലങ്ങൾക്കാണല്ലോ കൂടുതൽ തവളയോട് താല്പര്യം. തവള അറ്റത്ത് ഈ ഉണ്ടെന്ന് നോക്കി. അപ്പോൾ ഇന്നടുത്ത് കണ്ണിക്കൂടെ ഇന്നടുത്ത് മീൻ കയറിയിരിക്കുകയാണ്. അപ്പം സെയിം ഫ്രോഗ് തന്നെ. ഫ്രോഗ് മാറ്റിയിട്ടില്ല. വലിയ കുഴപ്പമില്ലാത്തൊരു സൈസാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് പയ്യെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് വീട്ടിൽ നിന്ന് കാണിച്ചു തരാം. അപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കിടപ്പുണ്ട്. അകത്ത് 1, 2, 3, 4, 5. അപ്പോൾ ടോട്ടൽ 6 മീൻ കിട്ടിയിട്ടുണ്ട്. വേണ്ടേ? അകത്ത് നിർത്താൻ പോരെ? മതി. തുറന്നിട്ട് ചാടും കൂടെ പുറത്തേക്ക്. 1, 2, 3, 4, 5. ആ, അകത്ത് 5 ഉണ്ട്. 6. ആ, അപ്പം ഞങ്ങൾ പോയി പോകട്ടോ. അപ്പം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ദയവായി സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇന്ന് പിടിച്ച മീൻ ടോട്ടൽ തൂക്കി നോക്കാൻ പോവാണ്. 8,600. അപ്പം നമ്മൾ ചെറുമീനെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിനെ ഒരു ചെറിയ പീസുകളാക്കി എടുത്തിട്ട് വേണം നമുക്ക് അച്ചാറിടാനായിട്ട്. അപ്പം മമ്മിയാണ് ക്ലീനിങ്. ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ക്ലീനിങ് മമ്മിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറുമീൻ നന്നായിട്ട് മുള്ളൊക്കെ മാറ്റി കട്ട് ചെയ്ത് വെച്ചു. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതിനുശേഷം മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് ചെറുമീൻ അച്ചാറിടാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, വിനാഗിരി. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിനിടുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി. അതിപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറച്ചിടാം. എന്നിട്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കറിവേപ്പില ഇടാം. അതിനുശേഷം മീനിടല്ലേ? അതിനുശേഷം മീനിടുക.
കുറച്ച് മാറി എടുക്കുന്നതാണ് ചെയ്യുന്നത്. ഇപ്പം നന്നായിട്ട് തിരക്കുന്നുണ്ട്. മീൻ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമ്മളതിനെ വറുത്ത് കോരുവാണ് ഒരു പാത്രത്തിലേക്ക്, വേറെ പാത്രത്തിലേക്ക്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇതുപോലെ ഇല്ലാൻ തോന്നുന്നു. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ, അച്ചാറിടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അച്ചാറിടുന്നിപ്പോൾ നമ്മൾ കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം നമുക്ക് ഓൾറെഡി ഇരിപ്പുണ്ട്. ഇതിപ്പോൾ വീഡിയോയ്ക്ക് മാത്രം എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ട് കാണിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ മീൻ വറുത്ത് കോരി എണ്ണയിലേക്ക് കറിവേപ്പില നമ്മൾ പൊട്ടിത്തെടുക്കുന്നു. വെളുത്തുള്ളി, കറിവേപ്പില വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ അച്ചാറിടാനായിട്ട് ഈ പറയുന്ന സമയമൊന്നും വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്ക് ചേറുമീൻ പിടിക്കാൻ പോകുന്നവർക്ക് സ്ഥിരമായിട്ട് തന്നെ മീൻ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ എന്നും പിന്നെ വറുത്തും കറി വെച്ച് കഴിച്ച് പെട്ടെന്ന് നടക്കും. അതുപോലെ നമുക്ക് ചിലപ്പോൾ സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലം കാണില്ല. അതുകൊണ്ട് അച്ചാറിട്ട് വെക്കുന്നതാണ് ഏറ്റവും എളുപ്പം പരിപാടി. കുറേ ദിവസം ഇരിക്കുകയും ചെയ്തോളും. ഇഞ്ചി ഇടുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി. നമ്മൾ യൂസ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ്. ആവശ്യത്തിന് മുളക് പൊടി ഇടുക. അതിനുശേഷം അരപ്പിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ നമ്മൾ മീനത് ഇട്ടതുകൊണ്ട് പിന്നെ ഒത്തിരി ഉപ്പിടേണ്ട ആവശ്യമില്ല. മീനത് ഉപ്പിട്ട കാര്യം മറന്നുപോരുത്. കുറച്ച് പോയി അരപ്പിന് വേണ്ടി മാത്രം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മീൻ അരപ്പിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇടാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. കുറച്ച് കുരുമുളക് ഇടുന്ന സ്മെല്ലൊക്കെ കിട്ടും. കുരുമുളക് പൊടി ഇടുക. അതേസമയം നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച് തിളക്കാൻ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും അച്ചാറിടുമ്പം അതിനകത്ത് വെള്ളം തിളപ്പിച്ച് അതേപടി ഒഴിക്കാറില്ല. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ചൂടുവെള്ളം ഒഴിച്ചാൽ മീൻകറി പോലെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചാണ് ഒഴിക്കുന്നത്. ഇനി ഇത് എത്ര നേരം വേണം? മതി. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ മീൻ തണുക്കണം. അതുപോലെ തന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് തണുത്തിരിക്കുകയാണ്. മീനും നമ്മൾ തിളപ്പിച്ച് അരച്ച വെള്ളം മീൻ വറുത്ത ചട്ടിയിലിട്ട് ആവശ്യത്തിന് വെള്ളവും അതിന് ശേഷം ഇപ്പം ഇത്രയും മീനിന് ഏകദേശം 1 ടീസ്പൂൺ അല്ല 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിനെ 2 മണിക്കൂർ വരെ വെക്കുക. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മണിക്കൂർ വരെ വെക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഇഷ്ടംപോലെ ചാറുണ്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പം ഈ ചാറൊക്കെ കഷ്ണത്തെ പിടിച്ച് നല്ല വറ്റി ഡ്രൈ ആകും. 2 മണിക്കൂർ കഴിഞ്ഞുള്ളത് നമുക്കൊന്ന്